ഈ മത്സ്യങ്ങൾ ഇന്നിവിടെ എത്തിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ. വിപരീതമായ കാലാവസ്ഥയിലും ട്രോളിങ്ങിലും ദുരിതം അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിങ്ങിനു ശേഷം മീൻ ലഭിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണിവർ. പുതിയാപ്പയിലെ കാഴ്ചകളിലേക്ക്. രാവിലെ ഒരു 5-5:30ക്കാണ് പുറത്തേക്ക് പോവുക. 4 മണിക്ക് എണീക്കും. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഒരു 5 മണിക്ക് പുറത്തേക്ക് പോകും. ഒരു 2 ദിവസമായി കുറച്ച് കാറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നേരം വഴുകി അങ്ങനെ പോകുന്നു. പക്ഷേ മീനൊന്നും വലിയ പ്രത്യേകിച്ച് മീനുകളൊന്നുമില്ല. ചെറിയ ചെമ്പാനും അങ്ങനെ കണ്ട ചെറിയ മീനുകളുള്ളൂ. ഇപ്പം കടൽപ്പണി പൊതുവെ ലേശം മോശമാണ്. പിന്നെ ഇതിന് മുമ്പൊക്കെ മത്തിയുള്ള സമയത്ത് എല്ലാവർക്കും പണി കിട്ടലുണ്ട്, പണി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ കടലിലും ഈ കാറ്റ് വന്നിട്ട് കുറേ വള്ളങ്ങൾക്ക് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മീനും കുറവാണ്. ഇനിയിപ്പോൾ 31-ാം തീയതി കഴിഞ്ഞാൽ ഫിഷിംഗ് ബോട്ടെല്ലാം ഇറങ്ങും. ആ സമയത്ത് ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല. വള്ളങ്ങൾക്ക് ഇപ്പം പൊതുവെ ലേശം മോശമായിട്ടാണ് ഉള്ളത്. പുതിയാപ്പ ഫിഷിംഗ് ഹാർബറിൽ യന്ത്രവൽകൃത ഫിഷിംഗ് ബോട്ടിൽ ജോലി ചെയ്യുന്നവരും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെല്ലാം കൂടി ഉൾക്കൊണ്ട് ഞങ്ങൾ തന്നെയാണ് യന്ത്രവൽകൃത മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങൾ തന്നെയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. 11 മാസം ഫിഷിംഗ് ബോട്ട് പണി മോശമാണെങ്കിൽ വള്ളത്തിലൊക്കെ പോകുന്ന പുതിയാപ്പ ആളുകൾ തന്നെയാണ്. ഇപ്പം ട്രോളിങ് കഴിഞ്ഞ് ആഗസ്റ്റ് 1-ന് ബോട്ടുകാർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. മത്സ്യം ഏത് രീതിയിൽ കിട്ടും, കണവ് കിട്ടുമോ കിളിമീൻ കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഈശ്വരനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടലിലേക്ക് പോകണത്.